ഓരോ ദിവസവും ഉടമ്പടി എടുക്കുന്നവരുടെ ഉടമ്പടി പ്രയോഗത്തിൽ വരുത്താനുള്ള അവരുടെ കഴിവിനനുപാതികമായിട്ട് ഇതിൻ്റെ പുതിയ സാധ്യതകൾ വെളിവാകുന്നു എന്നുള്ളതാണ് നമുക്ക് ഓരോ ദിവസവും കേൾക്കുന്ന സാക്ഷ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഒരു ആശയവുമില്ലാത്ത ഒരു അവസ്ഥയാണെന്ന് വിചാരിച്ചോ? ഒരാശയവുമില്ല. പക്ഷേ ആശയം വരെ ദൈവം തരും. നിങ്ങൾക്ക് നിങ്ങൾക്ക് രക്ഷപ്പെടുന്നതാണ്. ഇപ്പോൾ കടമാണ്, 2-3 കോടി കടമാണ്. നിങ്ങൾക്ക് ഇതിൽ രക്ഷപ്പെടാൻ സ്വാഭാവികമായ ഭൗതിക സാഹചര്യങ്ങളൊന്നുമില്ല. വിൽക്കാനോ വാങ്ങാനോ കൊടുക്കാനോ കിട്ടാനോ ഒന്നുമില്ല. പക്ഷെ സ്റ്റിൽ നിങ്ങൾക്കറിയാം നിങ്ങളൊരു വട്ടപൂജ്യമാണെന്നറിയാം. പക്ഷേ നിങ്ങൾ ക്രമേണ ഇതെല്ലാം വിട്ടും വെച്ച് നിങ്ങളുടെ കംപ്ലീറ്റ് സറണ്ടർ, കർത്താവേ നമ്മൾ കൈപൊക്കത്തില്ലേ അല്ലേ? യുദ്ധം നമ്മൾ ഈ പട്ടാളക്കാർ ഒരാളെ കീഴ്പ്പെടുത്തണമെന്ന് അയാളുടെ നേരെ തോക്ക് ചൂണ്ടിയാൽ മറ്റയാൾ നിരായുധനാണെങ്കിൽ അയാൾ ഉടനെ കൈപൊക്കും അല്ലേ? അതുപോലെ നമ്മൾ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ കൈപൊക്കേണ്ട ചില നിമിഷങ്ങൾ വരണം. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ കൈപൊക്കേണ്ട ചില 0 hour ഉണ്ടാവും. നിയമസഭയിൽ മാത്രമല്ല 0 hour ഉണ്ടാകണത്. 0 സമയം നമ്മുടെ ജീവിതത്തിലുണ്ടാകും. നമുക്ക് റിലേ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം. ഒന്നിലും പ്രത്യാശ വെക്കണില്ല. പിന്നെ ഇതെല്ലാം കീഴി ഓർക്കുമ്പോൾ ഇനി നമ്മൾ ഈ ട്രയലെല്ലാം ജയിച്ചെന്ന് തന്നെ വിചാരിക്കുക. അപ്പം നമുക്ക് തോന്നും ആർക്ക് വേണ്ടിയാണ്? ഞാൻ നേടിയത് എല്ലാം അനുഭവിച്ചത് എൻ്റെ മക്കളും ഭാര്യയും ഭർത്താവും ഒക്കെയാണ്. പക്ഷേ ഈ അണ്ണന്മാർ എന്നോട് കാണിക്കുന്ന ഒരു രീതി നോക്കാനാണെങ്കിൽ എന്തിനാണ് വെറുതെ അധ്വാനിച്ച് കൂട്ടുന്നത്? എങ്ങനെയെങ്കിലും ആകട്ടെ എന്ന്. ഇത് ഈശോ നേരത്തെ ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് സൂചന തന്നിട്ടുണ്ട്. അതായത് എന്നെക്കാൾ ഉപരി ഈശോയെക്കാളും ഫസ്റ്റ് റെഫറൻസ് വസ്തുവിനെ വ്യക്തിക്ക് വന്നാൽ നമുക്ക് സ്വാഭാവികമായി കുറച്ച് കഴിയുമ്പോൾ ഒരു വാക്വം ഫീൽ ചെയ്യും, ഒരു ശൂന്യത. നിങ്ങൾക്ക് എന്തെങ്കിലും ശൂന്യത ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലേ അത് ഫില്ല് ചെയ്യാൻ വേണ്ടി ഒരാളവിടെ കാത്തു നിൽക്കുന്നു. ഹിസ് നെയിം ഈസ് ജീസസ് ക്രൈസ്റ്റ്. അവൻ്റെ പേരാണ് കർത്താവ്. കൈയിടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. ആരാധനയുടെ ഭാഷ എന്താ? ആരാധനയും സ്തുതിപ്പും പാടുമ്പോഴൊക്കെ നിനക്കും തോന്നണം, ദൈവത്തിനും തോന്നണം. എന്താണ് നിനക്ക് തോന്നേണ്ടത്? ഞാൻ എൻ്റെ ദൈവത്തെ വിശ്വസിക്കുന്നു, സ്നേഹിക്കുന്നു. ദൈവത്തിനും തോന്നണം, എൻ്റെ മകൻ എൻ്റെ മകൾ എന്നെ സ്നേഹിക്കുന്നു. എൻ്റെ മക്കളെ, ഇതിനകത്ത് ഇത്രയും നാൾ ഞാൻ പഠിച്ച ഒരു കാര്യമുണ്ട്. വാട്ട് മേ ബി യുവർ കണ്ടീഷൻ, നിൻ്റെ ആധ്യാത്മിക നില എന്തുമാകാം, നിൻ്റെ ജീവിത സാഹചര്യമോ മാനസികാവസ്ഥയോ പാപാവസ്ഥയോ എന്തുമാകാം. പക്ഷേ എപ്പോഴും എന്തായാലും ഒന്നാകാൻ പാടില്ല. ദാവീദ് പണ്ട് പരിശുദ്ധാത്മാവ് നിറഞ്ഞ് കണ്ണീരോടെ പ്രാർത്ഥിച്ചതാണ്. എന്തൊക്കെ എൻ്റെ സിറ്റുവേഷൻസ് ആയാലും ഒന്നാകാൻ പാടില്ല. എന്താണ് ആകാൻ പാടില്ലാത്തത്? അങ്ങയുടെ മുമ്പിൽ നിന്ന് എന്നെ തള്ളിക്കളിയരുത്. ഒരു ഡ്രാസ്റ്റിക് സിറ്റുവേഷൻസ് ഒക്കെ ചെയ്തിരിക്കുന്നതാണ്. വളരെ മോശമായ ഒരു ജീവിത പാപ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് മാക്സിമം ദൈവത്തിൽ നിന്ന് അകന്നു പോകാനുള്ള എല്ലാവിധ അവസ്ഥകളും അയാൾ തന്നെ ഒപ്പിച്ചു വെച്ചിരിക്കുകയാണ്. പക്ഷെ സ്റ്റിൽ ഹീസ് ക്ലെയിമിങ്, അതായത് അയാളുടെ ഒരു സ്നേഹമുണ്ട് ദൈവത്തോടുള്ള. എൻ്റെ മക്കളെ, മിനിമം ദി ലവ് ഓഫ് ഗോഡ് നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കണം. അതിന് വേറെ ഒന്നും നിങ്ങൾക്ക് തന്നതോ നിങ്ങൾ കൊടുത്തതോ ഒന്നുമല്ല. വാട്ട് ഹി ഹാസ് ഗിവൺ അസ്, അവനെന്താണ് തന്നത് അത് എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കണം. ഹിസ് ലൈഫ്,
അവൻ്റെ ജീവിതം അങ്ങനെ തന്നെ തന്നതാണ്. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവിൻ്റെ ആപാനുഭവത്തിൻ്റെ ആകത്തുക ഞാൻ മനസ്സിലാക്കിയത് സ്റ്റിൽ ഐ ലവ് യു എന്ന് പറയണതാണ്. ശരീരം മുഴുവനും ഒരു വരഞ്ഞ് ഒരു കുറവിറച്ചിയായിട്ട് മുള്ളൊക്കെ തലയെ കുത്തിക്കയറ്റി ഇങ്ങനെ അർത്ഥനഗ്നനായിട്ട് ഇങ്ങനെ വിറകെ തൂങ്ങുമ്പോഴും അവസാനം പറയുന്ന വാക്കാണ് അപ്പായോട്, അപ്പാ ദിസ് ദ സിറ്റുവേഷൻസ്, ഇതാണ് എൻ്റെ അവസ്ഥ, സ്റ്റിൽ ഐ ലവ് യു. എന്താണ് അതിന് പകരം പറഞ്ഞ വാക്കുണ്ട്, അപ്പാ എൻ്റെ ആത്മാവിന് ഞാൻ സമർപ്പിക്കുന്നു. കൈയിടിച്ച് കർത്താനുസ്വരലിയ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യോഹന്നാൻ 19:30. യേശു വിനാഗിരി സ്വീകരിച്ചിട്ട് പറഞ്ഞു, എല്ലാം പൂർത്തിയായിരിക്കുന്നു. അവൻ തല ചായ്ച്ച് ആത്മാവിനെ സമർപ്പിച്ചു. അവൻ തല ചായ്ച്ച് ആത്മാവിനെ സമർപ്പിച്ചു. അതിന് മുമ്പ് അവനൊരു വാക്ക് പറഞ്ഞായിരുന്നു, അപ്പാ എലോയ് ലാമ സബക്താനി. അതും അവൻ തന്നെ പറഞ്ഞതാണ്. നമ്മുടെ ഭാഗത്തു നിന്ന് ജീവിതത്തിൽ ചില സമയത്ത് നമ്മൾ പരീക്ഷയ്ക്ക് നോക്കാം, അല്ലേ? നമ്മൾക്ക് സഹായിക്കാം എന്ന് പറഞ്ഞിരുന്നവരുടെ പേര് നമ്മൾ ദൈവത്തിന് നന്ദി നേരത്തെ പറഞ്ഞു കാണും. അയ്യോ ദൈവമേ നന്ദി, ഞാൻ അവരെന്നെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. അപ്പം നമ്മൾ ദൈവത്തോട് നന്ദിയൊക്കെ പറഞ്ഞ് ജീവിക്കുകയാണ്. പക്ഷെ അവർ കുറച്ച് കഴിയുമ്പോൾ കാല് മാറും. അപ്പം നമ്മൾ നന്ദിയെല്ലാം തിരിച്ചെടുക്കും. നമ്മൾ തിരിച്ചെടുപ്പുകാരാണല്ല. എന്തെങ്കിലും ദൈവത്തെ കൊടുത്തു പോയെങ്കിൽ നമ്മളത് തിരിച്ചെടുക്കും. എന്താ കാര്യം? തിരിച്ചെടുക്കണമെന്ന് പറയത്തില്ല, എന്നാലും നമ്മുടെ പ്രാർത്ഥനയില്ലായ്മയും നിരാശയൊക്കെ കാണുമ്പോൾ ദൈവത്തിന് തോന്നും, പണ്ട് പറഞ്ഞ നന്ദിയെല്ലാം ആൾ തിരിച്ചെടുത്തെന്ന് പറയും. അതായത് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഒരു ആഴമായ ബന്ധം ഉറപ്പിക്കണ ഒരു പരിപാടിയാണ്. ഫയലിംഗ് എന്ന് പറയും നമ്മൾ ശരിക്കും, അല്ലേ? ചില ചതുപ്പ് നിലങ്ങളിലൊക്കെ കെട്ടിടം പണിയണമെങ്കിൽ ഫയൽ താത്തണം, അല്ലേ? 10 മീറ്റർ 20 മീറ്റർ. നിങ്ങൾക്ക് ചിരക്കൊന്നും അത് പിടികിട്ടതില്ല. കാരണം ഈ കിഴക്ക് നാട്ടിലൊക്കെ അധികം ഫയലിടേണ്ട ആവശ്യമില്ല, അവിടെ പാറ നല്ല ഉറച്ച പാറയാണ്. ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെയൊക്കെ ഫയലിംഗ് ഭയങ്കരമാണ്. കലവൂർ അത്രയും വരുന്നില്ല. പക്ഷേ എൻ്റെ നാട്ടിലൊക്കെ 19 മീറ്ററൊക്കെയാണ് തൂണിറക്കി കളയണത് ഒരു കെട്ടിടത്തിൻ്റെ. 19 മീറ്റർ ഭൂമിയുടെ അടിയിൽ പോകും. 10-30 ലക്ഷം രൂപ ചുമ്മാ തൂണിൻ്റെ ഭൂമിയുടെ അടി തന്നെ പോവുകയാണ് കെട്ടിടത്തിൻ്റെ തൂണുകളെല്ലാം ഇറക്കാൻ. അത് തന്നെ പാറയില്ല, മുട്ടണില്ല ഒരിടത്തും, ഇങ്ങനെ കുഴഞ്ഞ് ചെളി പോലെ കിടക്കുകയാണ്. അപ്പോൾ അവർ പതുക്കെ ഇത് ഇറക്കി പോകും. ഇപ്പോൾ എന്നെ സംബന്ധിച്ചാൽ അപ്പം നോക്കും, നിങ്ങൾക്ക് ചോദിക്കും എല്ലാവരുടെ ഹൃദയവും ഇതുപോലെയാണ്. അതെന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, ചില വചനങ്ങൾക്ക് ചില നിലങ്ങൾ നമ്മൾ കറക്റ്റ് ചെയ്യേണ്ട ഒരു സബ്ജക്റ്റാണത്. ഞാൻ എന്തിനാണെന്നറിയാമോ? നിങ്ങൾ ഇപ്പോഴും വീടില്ല, ജോലിയില്ല, വിവാഹം ഒക്കണില്ല, മക്കളില്ല, കുടുംബത്തിൽ കലഹമാണ്, മകൻ കഞ്ചാവാണെന്നൊക്കെ പറഞ്ഞൊക്കെയാണ് വന്നിരിക്കുന്നത് പലരും. ചിലരെങ്കിലും അങ്ങനെ, ചിലർക്ക് ജോലിയില്ല, സാമ്പത്തിക കടവാണ്. ഞാനിതൊന്നും ഇപ്പോൾ മൈൻഡ് ചെയ്യണില്ലല്ലോ. എന്താ കാര്യം? ഇത് ഓൾറെഡി, അതായത് ഇതിൻ്റെ അപ്പുറവും കർത്താവ് അത്തരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ആവശ്യമുള്ള, അത് ചെയ്യാൻ പറ്റുന്നവർക്കും പറ്റാത്തവർക്കും അതൊന്നും ദൈവം നിങ്ങളുടെ ലൈഫും നിങ്ങളുടെ ഫയലും ഒന്നും നോക്കാതെയാണ് ഒപ്പിട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഫയൽ അത് നിങ്ങളുടെ പഴയ കാല ജീവിതം എന്തായിരുന്നു, ഇപ്പോഴെന്താണ്, അങ്ങനെ ഒന്ന് പഴയ എക്സസൈസൊക്കെ നോക്കാതെ ചുമ്മാ ഉടമ്പടിയിൽ ഒപ്പിട്ട് മാറുകയാണ്. നമ്മൾ ഞെട്ടിപ്പോകും. അപ്പം ദൈവം നമ്മോട് കാണിക്കുന്ന വലിയ കരുണയാണ് ശരിക്കും. അല്ലെങ്കിൽ കൃപാസനം എന്നുള്ള പേര് തന്നെ കരുണയെന്നാണ് എൻ്റെ പേര്, യഥാർത്ഥ പേര്, സീറ്റ് ഓഫ് മേഴ്സി. നമ്മൾ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെയാണ്. കൃപയെങ്കിലും ഇതിൻ്റെ അകത്ത് കൃപ നമ്മളെ യോഗ്യതയ്ക്ക് അപ്പുറത്ത് നമുക്ക് അയോഗ്യതയാണെങ്കിലും ദൈവം നമുക്ക് തരുന്ന ദാനത്തിൻ്റെ അടിസ്ഥാനം ദൈവത്തിൻ്റെ കരുണയാണ്. അപ്പോൾ സ്വാഭാവികമായി ഈ മണ്ണിൽ നീ ചവിട്ടി കഴിയുമ്പോൾ
അല്ലെങ്കിൽ ഓൺലൈനാണ്, നീ ഓൺലൈൻ ഉടമ്പടി എടുത്ത് ലൈറ്റക്കാരൻ്റെ പേരക്കസിലേക്ക് കൃപാസന ശുശ്രൂഷയുമായിട്ട് നിൻ്റെ ജീവിതം ലിങ്ക് ചെയ്ത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും നിനക്ക് കരുണ ലഭിക്കും. ചിലപ്പോൾ നിനക്ക് കിട്ടേണ്ടത് ആ വിഷയം തന്നെ ദൈവം ഇടപെടും, അല്ലെങ്കിൽ രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ പറഞ്ഞു തരും. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മനസ്സിൽ വലിയ ബുദ്ധിയുള്ള ആ വലിയ തലയിൽ നിന്ന് നിനക്ക് ആശയങ്ങൾ കിട്ടും. കാര്യം ആശയം, യേശു ഒരേ സമയം തന്നെ ആശയവുമാണ്. നമ്മൾ ഈ ഉടമ്പടിയുടെ ബേസ് എന്താ, അതിൻ്റെ സോഴ്സ് എന്ന് പറയണത്, അതിൻ്റെ ബേസ് എന്ന് പറയണത് ദൈവം നമുക്ക് നൽകിയിട്ടുള്ള 8582 വാഗ്ദാനങ്ങളാണ്. അപ്പോൾ ഈ 8582 വാഗ്ദാനങ്ങളിൽ ഉള്ളതേ ഉള്ളൂ ഒരു മനുഷ്യൻ്റെ അനുദിന ജീവിതവും നിത്യജീവിതവും. ഇപ്പോൾ ഉൽപ്പത്തി മുതൽ ഈ വെളിപാട് വരെയാണ് 8582 വാഗ്ദാനങ്ങളുള്ളത്. അപ്പോൾ ഈ വാഗ്ദാനങ്ങളിൽ ഓൾറെഡി വാഗ്ദാനം ഇഷ്യൂ ചെയ്തിരിക്കുന്നതാണ്. വാഗ്ദാനം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്കീമാണ്. വചനത്തിൽ നമുക്കുള്ള എല്ലാ ആനുകൂല്യങ്ങളും അനുഗ്രഹങ്ങളും ദൈവം അതിൻ്റെ ബേസിക് ഇഷ്യൂ ചെയ്തിരിക്കുന്ന വാഗ്ദാനങ്ങളുടെ രൂപത്തിലാണ്. അപ്പോൾ നമ്മളുടെ സന്താനങ്ങൾ, നമ്മുടെ വിജയം, നമ്മുടെ പഠനം, നമ്മളുടെ വിസ, നമ്മുടെ PR, നമ്മുടെ സ്ഥലം വിൽപ്പന, നമ്മുടെ കിട്ടാത്ത വഴി, നമ്മുടെ കിട്ടാത്ത വെള്ളമില്ലാത്ത കിണർ എന്ന് പറഞ്ഞ എല്ലാ സംഭവങ്ങളും വാഗ്ദാനത്തിൽ ഓൾറെഡി ഉള്ളതാണ്, സ്കീമിലുള്ളതാണ്. സ്കീമിന് പുറത്തൊന്നുമില്ല. ഇപ്പം നിങ്ങൾ ലൈഫ് മിഷനിൽ ചെന്നിട്ട് ചോദിക്കുകയാണ് ഞങ്ങളുടെ വീട് റിപ്പയർ ചെയ്ത് തരാൻ പറഞ്ഞാൽ അവർ തരത്തില്ല. അവരോട് നിങ്ങൾക്ക് പുതിയ വീട് വെച്ച് തരാം, 4 ലക്ഷം രൂപ സർക്കാരും ബാക്കി 8 ലക്ഷം നിങ്ങൾ എടുക്കണമെന്ന് പറയും. കാര്യം എന്താണ്? റിപ്പയർ ചെയ്യാൻ സ്കീമില്ല. നിങ്ങൾ പറഞ്ഞാൽ ശരിയാണ്, നിങ്ങളെ വീട് മഴയത്ത് ചോരുന്നുണ്ട്, പക്ഷേ അതിൻ്റെ അടുത്തറ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്ന് റിപ്പയർ ചെയ്താൽ നിങ്ങൾക്ക് 20 വിലനത് ജീവിക്കാൻ പറ്റുമോ നിങ്ങൾക്കറിയാം. ലൈഫ് മിഷൻ്റെ വീട് കിട്ടിയാൽ 4 ലക്ഷത്തിന് പിന്നെ 8 ലക്ഷം വേറെ ഉണ്ടാക്കണ്ടേ. അപ്പോൾ ഇതുകൊണ്ട് ഒരു 2 ലക്ഷം 3 ലക്ഷം രൂപ കിട്ടുകയാണെങ്കിൽ ഇവൻ നമുക്ക് റിപ്പയർ ചെയ്ത് ഉപയോഗിക്കാം, അത് നിങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്. പക്ഷേ ഗവൺമെൻറ് എന്താ പറയണത്? അതിന് സ്കീമില്ലെന്ന് പറയും. പക്ഷെ ദൈവത്തിൻ്റെ കയ്യിൽ എല്ലാത്തിനും സ്കീംസ് ഉണ്ട്. നമ്മൾ സ്കീമില്ലെങ്കിൽ ഗവൺമെൻറ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പഞ്ചായത്ത് സെക്രട്ടറിക്കോ ആർക്കോ MLAക്കോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ MP ഫണ്ട്, MLA ഫണ്ട് എന്നൊക്കെ പറഞ്ഞില്ലേ, അപ്പോൾ അതിനൊക്കെ ഉപയോഗിക്കുന്ന സ്റ്റാറ്റ്യൂട്ട്സ് ഉണ്ട് ഗവൺമെൻറ്റിൻ്റെ. 5 പൈസ ഗവൺമെൻറ് MPക്ക് പോലും എടുത്ത് മുടക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഒബ്ജക്ഷനും CIGയും വിജിലൻസും ഒക്കെ എല്ലാം വരും, എല്ലാ സിറ്റുവേഷൻസ് വരും. അപ്പോൾ എന്ത് പറഞ്ഞു? പക്ഷേ എന്താ സംഭവിച്ചാൽ സ്കീമില്ലാത്തത് കൊണ്ടാണ്. ഞാൻ എന്താ പറഞ്ഞു വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ സെക്കുലർ കാര്യം പറഞ്ഞതേ ഉള്ളൂ, പക്ഷേ അത് ആധ്യാത്മിക കാര്യമായിട്ട് നമ്മൾ ലിങ്ക് ചെയ്യണമെങ്കിൽ കറക്റ്റായിരിക്കും. കാര്യം ദൈവം ഇപ്പം നിനക്ക് വാർദ്ധക്യമാണ്, അപ്പം നിനക്ക് നിൻ്റെ രോഗം മാറി നിനക്ക് പഴയ ആരോഗ്യത്തിലേക്ക് വരണം, അതിന് സ്കീമുണ്ട്. ആ സ്കീമുണ്ട് അതിൻ്റെ അകത്ത്. ബൈബിളിൽ പല വിഷയങ്ങളിലും പറഞ്ഞു പല മേഖലകളിലും നിൻ്റെ ആരോഗ്യം, നിൻ്റെ ആയുസ് തന്നെ ദൈവം നീട്ടി തന്നെ കണ്ടിട്ടുണ്ട്. അതും ബൈബിളിലുള്ളതാണ്, ഉടമ്പടിയുടെ ഒരു ഭാഗമാണ്. അപ്പോൾ ഇന്ന കാര്യം ഇപ്പം നിനക്ക് കടങ്ങൾ പരിഹരിച്ചു, അല്ലെങ്കിൽ നിൻ്റെ പഠനങ്ങൾ, ഇപ്പോൾ ഒരു സാക്ഷ്യം എന്താ വന്നിരിക്കണത്, അവർക്ക് MSc ആണ്. MSc അവർക്ക് വേണ്ടത് ഫിസിക്സാണ്. ഫിസിക്സിൻ്റെ PhD വരണത്. MSc PhD അവർക്ക് വേണ്ടത് ഫിസിക്സിലെ. പക്ഷേ എന്താ സംഭവിച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു സെക്കൻഡ് സെമ്മിൻ്റെ പേപ്പർ ഫെയിലാണ്. അപ്പോൾ BSc സെക്കൻഡ് സെമ്മിൻ്റെ പേപ്പർ ബാക്കി MSc സെക്കൻഡ് സെമ്മിൻ്റെ പേപ്പർ ഫെയിലാണ് അവർ. അപ്പോൾ PhD കിട്ടത്തില്ലല്ലോ, ഉറപ്പല്ലേ. അപ്പോൾ ഫസ്റ്റ് സെമ്മിൻ്റെ പേപ്പർ അവർ ജയിച്ചിട്ടുണ്ട്, 3rd സെം ജയിച്ചിട്ടുണ്ട്, 4th സെം ജയിച്ചിട്ടുണ്ട്. പക്ഷേ സെക്കൻഡ് സെം അവർ ഫെയിലാണ്. അപ്പം PhD കിട്ടത്തില്ല. ഉടമ്പടി ഭാഷ എന്താ പറയേണ്ടത്? മെറിറ്റില്ല. അതല്ല സംഭവം. ഉടമ്പടിയുടെ ഭാഷയിൽ പറഞ്ഞാൽ മെറിറ്റില്ല. കേട്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് യോഗ്യതയില്ല, PhDക്ക് അവർക്ക് യോഗ്യതയില്ല. ഈ യോഗ്യതയില്ലാത്ത ഒരു ദുരന്തം മനുഷ്യരാശി അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് മനുഷ്യർ അനുഭവിക്കുമെന്ന് ആദ്യമേ കണ്ടുപിടിച്ചത് ആരാണ്? ട്രേസ് ഔട്ട് ചെയ്തത്, ആ പ്രോബ്ലം ട്രേസ് ഔട്ട് ചെയ്തത് ആരാണ്? ദൈവമാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ അത് കുറച്ച് കണ്ണെന്ന് പറഞ്ഞു പോകും. നമുക്ക് മനുഷ്യന്മാരുടെ മുഴുവൻ പ്രശ്നം എന്താണ്? അവർക്ക് ആ ഒരു സബ്ജക്റ്റിൽ യോഗ്യതയില്ല എന്നുള്ളതാണ് എൻ്റെ സബ്ജക്റ്റ്.
ഇപ്പം ഞാൻ പഠിക്കണ കാലത്ത് ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്, പഠിക്കണ കാലത്ത് ഇതിനേക്കാൾ ഗതികെട്ട ആരോഗ്യമാണ്. അന്ന് കാലം എത്ര ഉണ്ട്? 22 വയസ്സ്. എല്ലാ മനുഷ്യരും സുന്ദരമായിട്ട് ഈ ആരോഗ്യത്തോടെ ഇരിക്കുന്ന യൗവനക്കാലത്ത് ഞാൻ രോഗിയായിട്ട് ആശുപത്രികളിലാണ് പലപ്പോഴും. എൻ്റെ കൂട്ടുകാർ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ അതിജീവിക്കത്തില്ല, അച്ഛനായ 1 കൊല്ലമേ ജീവിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. ദാറ്റ് മീൻസ് അപ്പോൾ ഞാനത് ഉടനെ ലിങ്ക് ചെയ്യണ കർത്താവ് രാത്രി 2 മണിക്ക് എഴുന്നേറ്റ് പെരിയാറിൻ്റെ നിന്ന് 3-ാം നിര എനിക്ക് ഡോർമെട്രിയിൽ നിന്ന് ഞാൻ പെരിയാറിലേക്ക് നോക്കിക്കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അവസാനത്തെ ട്രെയിൻ വരണ വരെ. വെളുപ്പിന് 3:30 ട്രെയിനുണ്ട് ആലുവ പാലത്തിൻ്റെ കൂടെ. അത് കണ്ടു കഴിഞ്ഞിട്ട് പോയി കിടന്നുറങ്ങും. അത്രയും സമയം ഞാൻ കർത്താവിൻ്റെ അടുത്ത് ഇരിക്കും, ഇരുട്ടത്ത് നോക്കി പെരിയാർ നോക്കിയിരിക്കും. എന്താ കാര്യം? എനിക്ക് മെരിട്ടില്ലെന്ന് എനിക്കറിയാം. ഇന്നൊക്കെയാണ് ഞാനത് പറയണത്, മെരിട്ടില്ല. പണ്ട് അങ്ങനെയല്ല പറഞ്ഞത്, ഗതികേടാണെന്ന് പറഞ്ഞത്. ഇന്ന് ഞാൻ മെരിട്ടില്ലെന്നൊക്കെയാണ് പറയണത്, സ്റ്റാൻഡേർഡായിട്ട് ബിബ്ലിക്കൽ ലാംഗ്വേജ് ഉപയോഗിക്കുകയാണ്. അന്ന് ഞാൻ പറഞ്ഞത്, നീ ഒന്ന് കണ്ണ് തുറന്നാലേ എൻ്റെ ജീവിതം ഉള്ളൂ. കാര്യം എൻ്റെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയാം. ഞാനും പറയും, എനിക്ക് ഒത്തിരി മോഹങ്ങളൊന്നുമില്ല, അച്ഛനായിട്ട് 1 കൊല്ലം ജീവിച്ച് കുർബാന ചെല്ലണം, അത്രയേ ഉള്ളൂ. അത് ഇനി ക്ലോസ്, അതൊരു പ്രശ്നമില്ലെന്ന് പറയും. അതെനിക്ക് പ്രശ്നമില്ലായിരുന്നു അന്ന്. പക്ഷേ ഇപ്പോൾ എത്രയോ വർഷം, 36 വർഷമായില്ലേ, 36 വർഷമായിട്ട് ഞാൻ നിലനിൽക്കുകയല്ലേ. ഇതെന്താ നിലനിൽക്കുന്നത്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ആണ്. നിൻ്റെ ആരോഗ്യമല്ല, കർത്താവിൻ്റെ ആയുസ്സിൻ്റെ അഭിഷേകവും ആരോഗ്യം. അതാണ് ആന്തരികമായ ആരോഗ്യം. കർത്താവ് തീരുമാനിച്ചാൽ നീ നിലനിൽക്കും. കൈയിടിച്ച് കർത്താവിനെ നമ്മൾ ഈ കുറുക്കൻ്റെ കണ്ണ് കോഴിക്കോട്ടിലെന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഒരു കണ്ണെന്താ? ഉടമ്പടി ചെയ്യുന്നതിൻ്റെ കണ്ണ് എവിടെയാ? കൃപയിലാണ്. മനസ്സിലായ? കൃപ, നോട്ട് ഓൺ ബ്ലെസ്സിങ്, അനുഗ്രഹത്തിലല്ല, കൃപ. എപ്പോഴും നിങ്ങൾ കൈ നെഞ്ചത്ത് വെച്ച് പ്രാർത്ഥിച്ചേ. ഓൺലൈനിലുള്ളവരും പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, പരമപിതാവിൻ്റെ മനപ്രസാദമായി നീ നേടിയെടുത്ത കൃപയാൽ നിന്റെ നാമത്തിലെ നെഞ്ചിലും നെറ്റിയിലും അഭിഷേകമുദ്ര സ്വീകരിച്ച എളിയ വിശ്വാസിയായ എളിയ സ്നേഹിതയായ അങ്ങയുടെ പൈതലായ എന്റെ മേൽ കൃപയുടെ അഭിഷേകം ചൊരിയണമേ. എല്ലാ വിശുദ്ധന്മാരെ, രക്തസാക്ഷികളെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ഈശോ കൃപയാൽ നിറക്കണമേ, കൃപയാൽ ചൊരിയണമേ, അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. ആരാധന.